നമസ്കാരം. ഉച്ചവരെയുള്ള വാർത്തകൾ സമഗ്രമായി കാണാം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ തലക്കടിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് കരമന സ്വദേശി അഖിൽ. അരിങ്കൊലയ്ക്ക് പിന്നിൽ കരമന അനന്തു കൊലക്കേസിലെ പ്രതികളെന്ന് DCP. ഒരാൾ കസ്റ്റഡിയിൽ. മുഖ്യമന്ത്രി വിദേശത്ത് പോയത് രാജ്ഭവനെ അറിയിച്ചില്ലെന്ന് ഗവർണർ. വിവരം അറിയിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദി. മുൻപ് നടത്തിയ വിദേശയാത്രകളും അറിയിച്ചിട്ടില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ. രക്തസാക്ഷികളുടെ ആത്മാക്കളെ വേദനിപ്പിച്ചതിന് മാപ്പില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പങ്കെടുത്തവരെ തള്ളിപ്പറയുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. തൃപ്പൂണിത്തുറയിൽ കിടപ്പുരോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ കടന്നു. 70-കാരൻ ഷൺമുഖൻ പട്ടിണി കിടന്നത് 2 ദിവസം. വേളാങ്കണ്ണിയിൽ പോയതെന്ന് മകൻ പോലീസിനോട്. റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. IPL-ൽ ഇന്ന് മുംബൈ കൊൽക്കത്ത പോരാട്ടം. മത്സരം രാത്രി 7:30 ഈഡൻ ഗാർഡനിൽ. പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്താൻ കൊൽക്കത്ത. വിശദാംശങ്ങളിലേക്ക് പോകാം. കരമനയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കരമന സ്വദേശി അഖിലാണ് കൊല്ലപ്പെട്ടത്. ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് നിഗമനം. പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു.